السلام عليكم ورحمة الله وبركاته. الحمد لله الذي خلق الإنسان في أحسن تقويم، والصلاة والسلام على من أرسله الله بالقرآن الحكيم، على سيدنا محمد النبي الكريم وعلى آله وصحبه هداة الدين القويم، والتابعين لهم بإحسان إلى يوم النعيم المقيم. أما بعد، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين. آمين. صدق الله مولانا العظيم. സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തവനൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിയും ആദരണീയരായ ഗുരുവര്യരുമായ ഉസ്താദ് അബ്ദുൽ ഖാദിർ അൽ ഖാസിമി അവറുകളെ, വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന SKSSFന്റെ എടപ്പാൾ മേഖലയുടെ നേതാക്കളെ, അനുഗ്രഹീതമായ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവസരം നൽകി ആദരിച്ച നല്ലവരിൽ നല്ലവരായ സഹോദരങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സമുദായ സുഹൃത്തുക്കൾക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ സമസ്തയുടെ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് SKSSF സംസ്ഥാനത്തുടനീളം ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിൽ ആദർശ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നാനി താലൂക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ഉസ്താദ് ബഷീർ ഫൈലി ആനക്കരയും, മലപ്പുറം ജില്ലാ മുശാവറ അംഗവും ആദരണീയരുമായ ഇബ്രാഹിം ബാഖവി എടപ്പാളും നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആദർശ സമ്മേളനത്തിൻ്റെ എടപ്പാൾ മേഖലാ സമ്മേളനമാണ്. മഹാനായ ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാര്യദർശിന്മാരിൽ അനുഗ്രഹീതനുമായിരുന്ന നമ്മുടെ നാട്ടുകാരൻ മഹാനായ മർഹൂം മൗലാന KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് അവിടുത്തെ നാമധേയത്തിൽ ഒരുക്കിയ നഗരിയിൽ ഈ തങ്ങൾപടിയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ ഉത്ഭവ പശ്ചാത്തലം പരിശുദ്ധ ദീനിൻ്റെ ആദർശം സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. 1926 ജൂൺ മാസം 26-ാം തീയതി കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് മഹാനായ ശിഹാബുദ്ദീൻ ചെറുകുഞ്ഞിക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ കാലഘട്ടത്തിൻ്റെ കുത്തുബായിരുന്ന മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി മുല്ലക്കോയ തങ്ങളുടെ ദീർഘമായ പ്രാർത്ഥനയിലൂടെ തുടക്കം കുറിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമസ്ത 100ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 100ാം വാർഷിക മഹാസമ്മേളനം നമ്മുടെ തൊട്ടരികിൽ വന്നു നിൽക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ സമസ്തയുടെ ആദർശം 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ദീനിൻ്റെ യഥാർത്ഥ മുഖമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ
ആദർശ വിശുദ്ധിയാണ് എന്ന് നമുക്കൊക്കെ തിരിച്ചറിയാൻ കഴിയും. ഈ സുന്ദര കൈരളി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് പരിശുദ്ധമായ മണ്ണായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകർ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലയളവിൽ തന്നെ പരിശുദ്ധ ദീനിൻ്റെ പ്രഭയെത്തിയ സുന്ദര ഭൂമികയാണ് നമ്മുടെ ഈ കേരളമെന്ന് പറയുന്നത്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തുൽ മുനവ്വറയിലെത്തി 5 വർഷമാകുമ്പോഴേക്കും കേരളത്തിൽ പള്ളികൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതിനു മുമ്പേ ഇവിടെ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ അനുയായികൾ ഇവിടെ ജീവിച്ചിരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവർക്ക് ഇബാദത്തിന് വേണ്ടിയുള്ള പള്ളികൾ നിർമ്മിക്കപ്പെട്ടത്. മഹാന്മാരായ സഹാബികളാൽ പരിശുദ്ധ ദീനിൻ്റെ പ്രഭയെത്തിയ മണ്ണാണ് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണ്. മാലിക് ബിൻ ദീനാറും കൂട്ടരും കടന്നു വന്ന് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ 12ഓളം പള്ളികൾ ഉണ്ടാക്കിയ ചരിത്രം ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ സത്യദീനിൻ്റെ ആദർശം വളവുകളും വൈകല്യങ്ങളും വ്യതിയാനങ്ങളുമില്ലാതെ ഈ കേരളത്തിൽ അതിൻ്റെ പ്രചാരണങ്ങളും പ്രവർത്തന വഴിയിൽ നടന്നിരുന്നു. മഹാന്മാരായ സഹാബികൾ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അന്തിയുറങ്ങുന്നത് തന്നെ അവരാൽ കേരളത്തിൽ ഇസ്ലാമിൻ്റെ പ്രഭ എത്തിയിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ്. പിന്നീട് വർഷങ്ങളോളം മഖ്ദൂമുമാർ കേരളത്തിലെ ഇസ്ലാമിൻ്റെ നേതൃനിരയിൽ കടന്നു വന്നിട്ടുണ്ട്. ആരാണ് മഖ്ദൂം? മഖ്ദൂം ഒന്നാമൻ. പ്രിയപ്പെട്ടവരെ, മങ്കൂസ് മൗലിദ് രചിച്ചതിൻ്റെ ചരിത്രം നമുക്കറിയാം. മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ല രചിച്ച സുബ്ഹാനി മൗലിദ് അത് ചുരുക്കപ്പെട്ട മൗലിദായി. ആരാണ് മഖ്ദൂം തങ്ങൾ? 10 വർഷം മക്കത്തുൽ മുക്കറമയിൽ പഠനം നടത്തുകയും അവിടെയുള്ള സർവരാലും അംഗീകരിക്കപ്പെടുന്ന ആളായിരുന്നു. ആ മഹാനവറുകളാണ് മങ്കൂസ് മൗലിദ് രചിച്ചത്. ആ മങ്കൂസ് മൗലിദ് ഓതൽ ശിർക്കാണെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ കടന്നു വരുന്ന ഒരു കാലയളവുണ്ടായി. അവിടെയാണ് ആദർശ സംരക്ഷണത്തിന്റെ പോരാട്ട ഭൂമികയിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഉണർന്ന് പ്രവർത്തിച്ചത്. ഊർജ്ജസ്വലതയോടെ അവർ മുന്നേറിയത്. മഖ്ദൂമാരുടെ കാലഘട്ടം കഴിഞ്ഞു. പിന്നീട് മമ്പുറം തങ്ങളും ഉമർ ഖാലിയും ഒക്കെ കടന്നു വന്നു. ആ കാലയളവും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയധാരയിൽ ആദർശ വിശുദ്ധിയിൽ ജനങ്ങൾ ശക്തമായി നിലകൊള്ളുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന കാലയളവായിരുന്നു. എന്നാൽ 1921 കാലയളവിൽ കേരളത്തിൽ ഒരു പ്രത്യേക കാലയളവായിരുന്നു. അന്ന് നമ്മുടെ വടക്കൻ കേരളത്തിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് ചില വിവരമുള്ളവർ എന്ന് അവകാശപ്പെടുന്നവരും അല്ലാത്തവരും അവർ പലായനം ചെയ്യുകയും അവിടെ വെച്ചുകൊണ്ട് ബിദ്അത്തിന്റെ വിഷലിപ്തമായ ആശയങ്ങൾ കുത്തിനിറച്ച വിദേശങ്ങളിൽ നിന്ന് വരുന്ന പ്രസിദ്ധീകരണങ്ങൾ വായിക്കുകയും ആ ആശയങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കാനും കുത്തിവെക്കുവാനുമുള്ള കുൽസിത ശ്രമം ആരംഭിച്ചപ്പോ കേരളത്തിലെ ക്രാന്തദർശികളായ പണ്ഡിതന്മാർ അവർ ഭയപ്പെടുകയാണ്. അവർ ഭയപ്പെടാനുണ്ടായ കാരണം അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദാ ലഹറത്തിൽ ബിദ്അ, കേട്ടുകേൾവിയില്ലാത്ത പരിശുദ്ധ ദീനിന്റെ പ്രഭയെ തല്ലിക്കെടുത്തുന്ന രീതിയിലുള്ള പുതിയ ആശയങ്ങളുമായി ആരെങ്കിലും കടന്നു വന്നാൽ, ബിദ്അത്തിന്റെ വിഷലിപ്തമായ ആശയങ്ങൾ ഈ ഭൂമിയിൽ പ്രകടമായി, ഫസഖത്തുൽ ആലിം, പണ്ഡിതന്മാർ മിണ്ടാതിരിക്കുകയും പ്രതിരോധ മാർഗങ്ങളിൽ നിന്ന് പുറകോട്ട് മാറി നിൽക്കുകയും ചെയ്താൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം അവരിൽ ഇറങ്ങുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പിൽ ഭയപ്പെട്ടു പണ്ഡിതന്മാർ. ആരാണ് ഈ അൽ ഉലമാ എന്ന് പറയുന്നത്? അല്ലാഹുവിന്റെ തിരുദൂതർ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അൽ ഉലമാ വറസത്തുൽ അംബിയാ, പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാരെന്ന് പറയുന്നത്. പ്രവാചകന്മാർ ഇവിടെ അനന്തരമാക്കിയത് ഭൗതിക സ്വത്തവകാശങ്ങളോ അതല്ലെങ്കിൽ സുഖാഡംബരങ്ങളോ ഭൂമി വകകളോ മറ്റുമൊന്നുമല്ല, വഹീന്റെ വിജ്ഞാനമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അനന്തരമാക്കി ഇവിടെ ഇട്ടേച്ചു പോയത് ആ വഹീന്റെ വിജ്ഞാനം അനന്തരമെടുത്ത് അൽ ഉലമാ, അവരാണ് പ്രവാചകന്മാരുടെ ദൗത്യ പൂർത്തീകരണത്തിന്റെ വഴിയിലൂടെ നേതൃനിരയിൽ പരിശ്രമശാലികളായി മുന്നോട്ട് പോകേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും ഏകത്വത്തിന്റെ വഴികൾ പറഞ്ഞു കൊടുക്കുകയും നേരിന്റെ പാത പറഞ്ഞു കൊടുക്കുകയും ചെയ്തുവെങ്കിൽ ആ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ജനതയെ വിഷലിപ്തമായ മലിനമായ ആശയങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ ചില ആളുകൾ ശ്രമിച്ചപ്പോ പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പണ്ഡിതന്മാർ ഭയപ്പെടുകയാണ്. അള്ളാഹുവിന്റെ തിരുദൂതരുടെ ഈ വചനം അങ്ങനെയാണ് അവർ സംഘടിക്കുന്നത്.
അന്നേ വരെ ഇങ്ങനെ സംഘടിത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ വ്യവസ്ഥാപിതമായി നടന്നിട്ടില്ലായിരുന്നു. അതിനു മുമ്പേ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ പണ്ഡിതന്മാരാൽ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ സംഘടിത രൂപത്തിൽ ബിദ്അത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടാൻ ചില ആളുകൾ ശ്രമിച്ചപ്പോഴാണ് സംഘടിത രൂപത്തിൽ പണ്ഡിതന്മാർ ഒരുമിച്ച് മുന്നോട്ട് വന്നത്. 1925 അവർ അനൗദ്യോഗികമായി കൂടിച്ചേരുകയാണ്. മഹാനായ പാങ്ങിൽ മൗലാന അഹ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ നമുക്ക് മറക്കാൻ കഴിയില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി ഓടി നടന്ന അതിന്റെ ആദ്യ കാലയളവിലെ പണ്ഡിതന്മാരിൽ അനുഗ്രഹീതനാണ്. അവിടുത്തെ ആത്മീയ ഗുരുവും ഖാദിരിയ ത്വരീഖത്തിന്റെ ശൈഖുമായ വാളക്കുളത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന കോയാമുട്ടി മുസ്ലിയാരുടെ അരികിൽ ചെന്നുകൊണ്ട് ഈ സങ്കടം പങ്കുവെക്കുകയാണ്. കാരണം ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ മുശാവറ ചെയ്യുക എന്നുള്ളത്, ഇസ്തിഖാറത്ത് നടത്തുക എന്നുള്ളത് അള്ളാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന അനുഗ്രഹീത വഴിയാണല്ലോ. അവിടെ ചെന്നുകൊണ്ട് സങ്കടം പറഞ്ഞു. അള്ളാഹുവിന്റെ ദീനിനെ അപകടപ്പെടുത്താൻ, സംശുദ്ധമായ ഈ ആദർശത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഈ ആദർശ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുന്നതിന്റെ അനിവാര്യത, അതേക്കുറിച്ച് ആലോചിക്കാനാണ് കടന്നു വന്നത്. മഹാനായ ശൈഖ് അവറുകൾ പറഞ്ഞു, എനിക്ക് പ്രായമേറെയായിട്ടുണ്ട്, എനിക്കൊരുപാട് രോഗങ്ങളുണ്ട്. ഞാൻ എൻ്റെ മകൻ അബ്ദുൽ ബാരിയെ നിങ്ങളുടെ കൂടെ പറഞ്ഞേക്കാം. നിങ്ങൾ ആലിമീങ്ങളുടെ അരികിൽ ചെന്നുകൊണ്ട് കൂടിയാലോചന നടത്തി വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് അവിടുന്ന് ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞേക്കുകയാണ്. മഹാനായ വരക്കൽ തങ്ങളുടെ അരികിലേക്ക് കടന്നു വരുന്നുണ്ട്. വരക്കൽ തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ഇസ്തിഖാറത്ത് നടത്തട്ടെ എന്ന്. ആ ഒരു കാലയളവെന്ന് പറയുന്നത് അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രത്യേക താല്പര്യപ്രകാരം അവർ സാമ്പത്തികമായ വഴികൾ തുറന്നു കൊടുത്തിട്ട് ഖാദിയാനികൾ ഇവിടെ പ്രചണ്ഡമായ പ്രചാരണങ്ങളുമായി കടന്നു വരികയാണ്. കുറ്റിച്ചിറയിൽ അവർ വലിയ സമ്മേളനം നടത്തി. ആളുകൾക്കിടയിൽ വിശ്വാസ വൈകല്യങ്ങൾ കുത്തിവെക്കാൻ അവർ ശ്രമിച്ചു. അപ്രകാരം തന്നെ വഹാബിയൻ ചിന്തകളുമായി ചില ആളുകൾ കടന്നു വന്നു. കള്ളത്വരീഖത്തിന്റെ വാദങ്ങളുമായി കടന്നു വന്നു. അന്ന് മഹാനായ ശംസുൽ ഉലമ തന്നെ പരിചയപ്പെടുത്താറുണ്ട്. ഖുതുബുസ്സമാൻ എന്നറിയപ്പെടുന്ന മഹാനായ വരക്കൽ അലവി മുല്ലക്കോയ തങ്ങൾ അവിടത്തേക്ക് അരികിൽ ചെന്നുകൊണ്ട് സങ്കടം പറഞ്ഞു. തങ്ങൾ അവറുകളെ ഇങ്ങനെ വലിയ പ്രതിസന്ധിയിലാണ്. നേരിന്റെ വിശ്വാസങ്ങളിലൂടെ സഞ്ചരിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം, നേരായ ആദർശങ്ങൾ മുറുകെ പിടിക്കാൻ സമ്മതിക്കാത്ത ഒരു സാഹചര്യം. എന്തു ചെയ്യും? മഹാനായ വരക്കൽ തങ്ങൾ ആലിമീങ്ങളോട് കൂടിയാലോചിക്കുകയാണ്. ആലിമീങ്ങളെ ഒരുമിച്ച് കൂട്ടുകയാണ്. അങ്ങനെയാണ് പരിശുദ്ധ ദീനിന്റെ പ്രഭ ഇവിടെ കെടാതിരിക്കാൻ, കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ഈമാനിനും അമലിനും സംരക്ഷണമൊരുക്കാൻ, കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ഈമാന് വഴിതെറ്റിപ്പോകാതിരിക്കാൻ, ഈമാനിന് കാവലിരിക്കാൻ കേരളത്തിലെ പണ്ഡിതന്മാർ ഈ ആദർശ സംരക്ഷണത്തിന്റെ പോരാട്ട ഭൂമികയിൽ 1926 ജൂൺ മാസം 26-ാം തീയതി അവരൊരുമിച്ച് കൂടുകയായിരുന്നു കോഴിക്കോട് ടൗൺ ഹാളിൽ. അങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ തുടക്കം കുറിക്കുന്നത്. പറഞ്ഞു വന്നത്, ആദർശ സംരക്ഷണത്തിന് വേണ്ടി സമസ്തയുടെ 100 വർഷത്തിലേക്ക് എത്തുമ്പോഴും ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ടവരെ ആലിമീങ്ങൾ ആലോചിച്ച് അവർ തീർച്ചപ്പെടുത്തുകയും തയ്യാറാക്കുകയും ചെയ്ത ഭരണഘടനയിൽ ഒന്നാമത് തന്നെ എഴുതി വച്ചിട്ടുള്ളത് പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ പ്രചരിപ്പിക്കുകയും അതിനെതിരെ വരുന്ന വാദങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കേരളീയ മുസ്ലിമീങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസ വൈകല്യങ്ങൾ വരാതെ അവരുടെ ആദർശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചു മുന്നേറുന്നത്. 1926 തുടങ്ങി അതിന്റെ ആദ്യത്തെ 25 വർഷങ്ങൾ പഠിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും, ആദർശ രംഗത്ത് സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും സമ്മേളനങ്ങളും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെ കുറിച്ച് കൃത്യമായി പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. വഹാബിയൻ ചിന്തകളെ, മൗദൂദിയൻ ചിന്തകളെ, ഖാദിയാനികളുടെ അവരുടെ പിഴച്ച വാദങ്ങളെ, അപ്രകാരം തന്നെ വ്യാജന്മാരായി കടന്നു വന്നിട്ട് വിശ്വാസങ്ങളുടെ വൈകല്യങ്ങളുടെ വഴികൾ തുറന്നു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ അവരുടെ പിഴച്ച വാദങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് സമസ്തയുടെ ആലിമീങ്ങൾ ആദ്യത്തെ 25 വർഷം കഠിന പരിശ്രമം നടത്തിയിട്ടുള്ളത്. സമസ്തയുടെ ചരിത്രം കൃത്യമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ആദ്യകാലങ്ങളിലെ സമ്മേളനങ്ങൾ, ആ സമ്മേളനങ്ങളിലെ പ്രമേയങ്ങൾ, സമസ്തയുടെ കീഴ്വഴക്കം വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഇന്ന് സമസ്ത 100ലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോഴും കാലുഷ്യങ്ങൾ നിറഞ്ഞ ഈ കാലയളവിൽ ഇന്ന് ജനഹൃദയങ്ങളിൽ
ബിദ്അത്തിന്റെ ആശയങ്ങളെ കുത്തിവെക്കാൻ സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റുമായി വലിയ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനധികം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയധാരയിലൂടെ ജീവിതക്രമം മുന്നോട്ട് നയിക്കുന്നവരെ കുറിച്ച് അവരുടെ പള്ളികൾ മറ്റു മതവിശ്വാസികളുടെ ആരാധനാലയങ്ങൾ പോലെയാണെന്ന് പറയുകയും അവിടെ ഇബാദത്തിന് നേതൃത്വം നൽകുന്ന ഇമാമുമാർ അവർ പൂജാരിമാരാണെന്ന് പറയുകയും പാവപ്പെട്ട സുന്നി സമൂഹത്തെ ഇകഴ്ത്തുകയും അവരെ അപകടപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആളുകളുടെ ഹൃദയങ്ങളിൽ തെറ്റായ ധാരണകൾ പരത്തിക്കൊണ്ടിരിക്കുമ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതെന്തിനാണോ രൂപീകൃതമായത്? ആദർശ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഇക്കാലയളവിലും ആദർശ സംരക്ഷണ പോരാട്ടത്തിന് വേണ്ടി സമസ്തയുടെ അച്ചടക്കമുള്ള അനുസരണയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം SKSSF കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് ആദർശ വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അവരുടെ ഈമാൻ വരുമ്പോഴും ഈ ആദർശ സംരക്ഷണത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഓരോ പ്രദേശങ്ങളിലും ആദർശം അമാനത്താണ്. ഈ മഹാന്മാരായ മുൻഗാമികളായ പൂർവികരായ പൂർവസൂരികൾ നമ്മിലേക്ക് ഏൽപ്പിച്ച അമാനത്താണ്. അത് തലമുറകളായി കൈമാറുമ്പോൾ മാത്രമാണ് സമസ്തയുടെ നിഷ്കളങ്കരും നിഷ്കാമകർമ്മികളും ഇഖ്ലാസിൽ അടിപ്പെട്ട ജീവിതം നയിച്ച, തഖ്വയോടെ ജീവിതം നയിച്ച, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച മഹാമനീഷികളാണ് ഈ അമാനത്ത് നമ്മിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് നമ്മുടെ കാലയളവിൽ കൃത്യമായി കാത്തു സൂക്ഷിച്ചില്ല എങ്കിൽ, നമ്മൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ ആദർശത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ നാം വ്യാപൃതരായില്ല എങ്കിൽ ആളുകളുടെ വിശ്വാസങ്ങൾ പിഴച്ചു പോവുകയും അതിന് നമ്മളൊക്കെ കാരണക്കാരായാൽ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞ ഫഅലൈഹിൽ അനതുല്ലാഹ്, അള്ളാഹുവിന്റെ ശാപം ഇറങ്ങുമോ എന്ന് നമ്മൾ ഭയപ്പെടണം. സമസ്തയുടെ ആലിമീങ്ങൾ, പ്രിയപ്പെട്ടവരെ, അവർ ഭൗതികമായി ഒന്നും ആഗ്രഹിച്ചവരല്ല. അള്ളാഹുവിന്റെ ദീൻ സംരക്ഷിക്കപ്പെടണമെന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു. മഹാനായ വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കൂ. ആ കാലയളവിൽ സർവരാലും അംഗീകരിക്കപ്പെടുന്നവരായിരുന്നു. സർവരുടെയും മത്താണിയായിരുന്നു. എല്ലാവർക്കും ആശ്രയമായിരുന്നു. എന്ത് പ്രതിസന്ധികൾക്കും പരിഹാരമായി ആളുകൾ ചെന്നെത്തിയിരുന്ന സ്ഥലമായിരുന്നു. വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങൾക്ക് സുഖലോലുപതയുടെ വഴിയിൽ പ്രിയപ്പെട്ടവരെ തന്റെ വീട്ടിൽ സുഖാഡംബരങ്ങളോടുകൂടി കഴിയാമായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്ന അപകടകരമായ കാഴ്ച കാണുമ്പോഴും കേൾക്കുമ്പോഴും മഹാനവറുകൾക്ക് ഉറക്കം വന്നില്ല. മുന്നണി പോരാളിയായി മുന്നിൽ നിന്ന് നയിക്കാൻ മുന്നോട്ട് വന്നു. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞ വചനത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണല്ലോ മഹാനായ വരക്കൽ തങ്ങളുടെ രംഗപ്രവേശവും. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ ഈമാനു യമാനിയുൻ വൽ ഹിക്മതു യമാനിയ. വിശ്വാസം യമനി പാരമ്പര്യമാണ്, വിജ്ഞാനവും യമനി പാരമ്പര്യമാണ്. ആ യമനി പാരമ്പര്യത്തിന്റെ കണ്ണിയായി കടന്നു വന്നവരാണ് വരക്കൽ തങ്ങള്. ആളുകളുടെ ഈമാൻ സംരക്ഷിക്കാൻ യമനി പാരമ്പര്യത്തിന്റെ വിശ്വാസത്തിന്റെ സംശുദ്ധമായ വഴിയിലൂടെ കടന്നു വന്നവർ മുന്നിൽ നിന്ന് നയിക്കുകയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ. അതുകൊണ്ടാണ് മഹാനായ ശംസുൽ ഉലമ സമസ്തയെ ഏറ്റവും കൂടുതൽ ജനകീയവൽക്കരിച്ച മഹാനവറുകൾ 40 വർഷത്തോളം അതിന്റെ അമരത്തിരുന്ന് നയിച്ച മഹാനായ ശംസുൽ ഉലമ അവിടുത്തെ പ്രസംഗങ്ങളിൽ എപ്പോഴും പറയുമായിരുന്നു. പ്രത്യേകമായി 60ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഓഡിയോ ഇന്നും നമുക്ക് ലഭ്യമാണ് യൂട്യൂബിലൂടെ. ആ പ്രസംഗം ഒന്ന് പരിശോധിച്ചാൽ മഹാനായ ശംസുൽ ഉലമ പറയുന്നുണ്ട്, സമസ്ത അത് കേവലം ഒരു സംഘടനയല്ല. നിങ്ങൾക്ക് 1,000 സംഘടനകൾ കാണാം. ആ സംഘടനകൾക്കൊക്കെ വ്യത്യസ്ത താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും, അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെയുള്ള ഒരു സംഘടനയല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സ്ഥാപിതമായ സംഘടിത രൂപമാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളാൽ ഇന്നും നിയന്ത്രിക്കപ്പെടുന്ന സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇന്ന് മഹാനവറുകൾ എപ്പോഴും അവിടുത്തെ പ്രസംഗത്തിൽ പരാമർശിക്കാറുണ്ട്. ഇന്നും അവിടുത്തെ ആ വിജ്ഞാന വെളിച്ചത്തിന്റെ വക്താവായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുത്ത മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അവിടുത്തെ നേതൃത്വം ദീർഘകാലം ഈ ഉമ്മത്തിന് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവിടുന്നും ഇന്ന് ഓരോ പ്രസംഗങ്ങളിലും വളരെ ഗൗരവത്തോടെ ഉണർത്തുന്നത് സമസ്ത എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളാൽ നിയന്ത്രിക്കപ്പെടുന്ന സംഘടനയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ സംരക്ഷണമാണ് ആ ഒരു സംഘടനയുടെ പ്രഥമ ലക്ഷ്യം, അതിന്റെ പ്രധാന ലക്ഷ്യം. അത് നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് എപ്പോഴും പറയും. സമസ്ത എന്ന് പറയുന്നത് ഈ വിശുദ്ധാത്മാക്കളാൽ സ്ഥാപിതമായ സംഘടനയാണ്.
മഹാനായ വരക്കൽ തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ കുറിച്ച് പഠിക്കുമ്പോഴും വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരെ കുറിച്ച് പഠിക്കുമ്പോഴും സമസ്തയെ കളിയാക്കാൻ പലരും പറയുന്നത് സമസ്ത സ്ഥാപിച്ച ആളുകളൊന്നും ഭൗതിക വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, അവർക്ക് ലോകത്തെ കുറിച്ച് അറിയില്ല, അവർക്ക് മതവിജ്ഞാനത്തിന്റെ ചില വഴികൾ മാത്രമാണ് അറിയുന്നത്. മഹാനായ പാങ്ങിലെ ഉസ്താദിന്റെ ചരിത്രം പഠിക്കുമ്പോ മഹാത്മജിയോടൊപ്പം സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുക്കാൻ മഹാനവറുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. മഹാത്മജിയെ പോലെയുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഇവിടെ വരുമ്പോ അവർ പ്രസംഗിക്കുന്ന സദസ്സുകളിൽ പ്രിയപ്പെട്ടവരെ കൃത്യമായി പങ്കെടുത്ത് ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ മുന്നോട്ട് വന്നിരുന്നു. അവിടുന്ന് ഇംഗ്ലീഷിലുള്ള അവിടുത്തെ പരിജ്ഞാനവും അവിടുന്ന് അന്നത്തെ അധികാരികൾക്ക് കത്തെഴുതിയതുമൊക്കെ കൃത്യമായി നമുക്ക് ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ സമസ്തയുടെ സ്ഥാപകർ അവരാണല്ലോ. വരക്കൽ തങ്ങളാണ് അതിന്റെ ഒന്നാമത്തെ പ്രസിഡന്റെങ്കിൽ അന്നത്തെ വൈസ് പ്രസിഡന്റുമാർ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരും ഉൾപ്പെടുന്ന മഹാപണ്ഡിതന്മാരായിരുന്നു. ആ പണ്ഡിതന്മാരെ കുറിച്ച് പഠിക്കുമ്പോ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ തന്റെ നാട്ടിൽ തുടങ്ങിയ പള്ളിക്കൂടമാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് LP സ്കൂളായി അത് പരിണമിക്കുകയും ആ നാട്ടിലെ സർവ്വജനങ്ങൾക്കും വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ വഴിയിലേക്ക് കടന്നു വരാൻ സാഹചര്യം ഒരുക്കപ്പെട്ടിട്ടുള്ളത്. അന്ന് സമസ്തയുടെ ആലിമീങ്ങൾ ഈ ഭൗതിക വിജ്ഞാനത്തോട് പുറംതിരിഞ്ഞു നിന്ന ആളുകളായിരുന്നില്ല എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നും സമസ്തയെക്കുറിച്ച് പറയുന്ന ആളുകൾ സമസ്തയെ ഇകഴ്ത്താൻ പറയുന്നത് സമസ്തയിലുള്ള ആളുകൾക്ക് ഭൗതിക വിജ്ഞാനത്തിൽ പരിജ്ഞാനമില്ല എന്ന് പറഞ്ഞ് കളിയാക്കാൻ ചില ആളുകൾ മുന്നോട്ട് വരാറുണ്ട്. ഇന്ന് സമസ്ത ലോകത്തോളം വളർന്ന പ്രസ്ഥാനമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നാണ് അതിന്റെ പേര് എങ്കിലും കേരളത്തിൽ സ്ഥാപിതമായ സംഘടന എന്ന പേരിലുള്ളതാണെങ്കിലും ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമസ്തയുടെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹീതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ഒരുപാട് പ്രദേശങ്ങളിലുള്ള ആളുകൾ, കർണാടകയിലെ ഒരുപാട് സ്ഥലങ്ങളിലുള്ള ആളുകൾ സമസ്തയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, സമസ്തയുടെ ആശയ പ്രചരണ രംഗത്തുള്ള പ്രവർത്തന മേഖലകൾ അവരുടെ നാട്ടിലും സജീവമായി തുടങ്ങാൻ വേണ്ടി നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് പ്രിയപ്പെട്ടവരെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സമസ്തക്ക് ഇത്രമേൽ സ്വീകാര്യതയുണ്ടായത്? സമസ്തയെ നയിക്കുന്നത് വിശുദ്ധാത്മാക്കളാണ്, മഹാന്മാരായ പണ്ഡിതന്മാരാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പഠിച്ചു നോക്കൂ. സമസ്തയുടെ ഓരോ അധ്യക്ഷന്മാരെ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മഹാനായ വരക്കൽ തങ്ങൾ കഴിയുമ്പോ പാങ്ങിലെ ഉസ്താദ് അതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് വരുന്നു, മഹാനായ വാളക്കുളം ഉസ്താദ് അതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് വരുന്നു. എത്ര അനുഗ്രഹീതരായിരുന്നു. മഹാനായ മൗലാന സദഖത്തുള്ള ഉസ്താദ് അതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് വരുന്നു. മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഏറ്റവും കൂടുതൽ സമസ്തയെ ജനകീയവൽക്കരിക്കുന്ന കാലയളവ് കണ്ണിയത്ത് ഉസ്താദിന്റെ കാലയളവായിരുന്നു. 1926 ജൂൺ മാസം 26-ാം തീയതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുമ്പോ അതിന്റെ 40 അംഗ മുശാവറയിൽ 26-ാമത്തെ പേര് മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റേതായിരുന്നു. അന്ന് ഏകദേശം 26 വയസ്സ്, അതിനോടടുത്ത പ്രായമാണ് കണ്ണിയത്ത് ഉസ്താദിനുള്ളത്. പിന്നീട് മഹാനവറുകൾ 993 വഫാത്താകുമ്പോ സമസ്തയുടെ പ്രസിഡന്റായി 26 വർഷം അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു കൊണ്ടാണ് ലോകത്തോട് വിട പറഞ്ഞു പോയത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പ്രിയപ്പെട്ടവരെ എല്ലാ സദസ്സിലും കരമുയർത്തി ദുആ ചെയ്യും. യാ വദൂദ് യാ വദൂദ് യാ വദൂദ്, അല്ലാഹുവിന്റെ പ്രത്യേകമായ ഇസ്മിനെ ഉയർത്തിപ്പിടിച്ചിട്ട് അവിടുന്ന് കരഞ്ഞു ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവേ, ഓരോ നാട്ടിലും പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ അവരെ നീ ഏറ്റെടുക്കണമേ എന്നുള്ള ദുആ. ആ കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആ ലഭിക്കുന്നവരാണ് സമസ്തയുടെ ഇഖ്ലാസുള്ള ഖാദിമീങ്ങൾ എന്ന് പറയുന്നത്. നിഷ്കളങ്കമായ ജീവിതമായിരുന്നു, തഖ്വയുള്ള ജീവിതമായിരുന്നു. അതാണ് ഈ ഖബൂലിയത്ത് കിട്ടിയത്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ടല്ലോ, അല്ലാഹുവിൽ നിന്നുള്ള സ്വീകാര്യത ലഭിക്കുന്നത് അത് അതിസൂക്ഷ്മമായ ജീവിതക്രമം ഒരുക്കുന്നവർക്കാണ്. അല്ലാഹുവിൽ നിന്നുള്ള സ്വീകാര്യത ലഭിക്കുമ്പോഴാണ് ജനങ്ങളിൽ അവർക്ക് സ്വീകാര്യത ലഭിക്കുന്നത്. മലക്കുകളോട് പോലും അവരോട് ഇഷ്ടപ്പെടണമെന്ന് ഏറ്റവും വലിയ സന്ദേശം പറഞ്ഞു കൊടുക്കുന്നത് മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതം പഠിച്ചിട്ടാണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ വിശുദ്ധി കേരളീയ മുസ്ലിമീങ്ങൾ പകർന്നിട്ടുള്ളത്, പരിചയപ്പെട്ടിട്ടുള്ളത്. കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പഠിച്ചു നോക്കൂ. ഈ തലമുറക്ക് പറഞ്ഞു കൊടുക്കണം. SKSSFന്റെ പ്രവർത്തകരെ, നിങ്ങൾ ഓരോ നാടുകളിലും SKSSFന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ മുന്നോട്ട് വന്നാൽ സമസ്തയുടെ ഖാദിമീങ്ങളായി സമസ്തയുടെ സർക്കുലർ നടപ്പിലാക്കാൻ, സമസ്തയുടെ ആഹ്വാനങ്ങൾ നടപ്പിലാക്കാൻ, സമസ്തയുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നിങ്ങളെ പ്രദേശങ്ങളിൽ നിങ്ങൾ സമയം കണ്ടെത്തിയാൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന അവർക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വരക്കൽ തങ്ങൾ ഈ
സംഘടന രൂപീകരിക്കുമ്പോൾ ദൈർഘ്യമായി ഒരുപാട് സമയം ദുആ ചെയ്തിട്ടുണ്ട്. മഹാനായ ശംസുൽ മദൻ അവിടുത്തെ പ്രസംഗത്തിൽ പറയുമായിരുന്നു, അവിടുന്ന് ദുആ ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, അല്ലാ നിന്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് തുടക്കം കുറിക്കുന്നത്. ഇതിനെ കാലയളവുകൾ പിന്നിട്ടാലും ഖിയാമം വരെ നിലനിർത്തുകയും ഖിയാമം വരെ ഇത് നിലനിർത്തുന്നതിന് വേണ്ടി ഓരോ പ്രദേശങ്ങളിലും ആരൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുവോ കഷ്ടപ്പെടുന്നുവോ അവരെ നീ ഏറ്റെടുക്കണമേ റഹ്മാനെ, അവരെ നീ സഹായിക്കണമേ എന്ന് വരക്കൽ തങ്ങൾ ദുആ ചെയ്ത് തുടങ്ങിയതാണ്. തൃക്കണാപുരത്ത് KV ഉസ്താദിന്റെ നാമധേയത്തിലുള്ള നഗരിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നാം ഒക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ സമസ്തയുടെ ഖിദ്മത്തിലായി ആത്മാർത്ഥമായി മുന്നോട്ട് പോകുമ്പോൾ മഹാനായ വരക്കൽ തങ്ങളുടെ ദുആ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഓരോ നാടുകളിലും സമസ്തയുടെ സ്വീകാര്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് സർവരാലും അംഗീകരിക്കപ്പെടുന്നവരായിരുന്നു. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് സൗകര്യപ്രദമായ വാഹനം കടന്നു പോകാൻ വഴിയില്ലാതെ പ്രയാസപ്പെടുന്ന കാലയളവിൽ അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രവർത്തകരാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് റോഡ് വെട്ടിക്കൊടുത്തത്. നാട്ടിലെ സർവരാലും അംഗീകരിക്കപ്പെടുന്നവർ, എല്ലാവരും മത്താണിയായി ആശ്രയമായി കരുതുന്നവർ, സമസ്തയുടെ ആലിമീങ്ങളുടെ വലിയ സ്വീകാര്യത അങ്ങനെയായിരുന്നു. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ വാഴക്കാട് പ്രദേശത്ത് ഹൈന്ദവ ആചാരപ്രകാരം ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾ അന്ന് പണിക്ക് പോകാതെ ഓരോ ദിവസവും കൂലിപ്പണിക്ക് പോയിട്ട് ലഭിക്കുന്ന കൂലി കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന കഷ്ടപ്പാടുകളുള്ള മനുഷ്യർ അന്ന് പണിക്ക് പോകുന്നില്ല. പട്ടിണി കിടക്കേണ്ടി വരുമോ എന്ന ഭയപ്പാടുണ്ടെങ്കിലും അവർ പണിക്ക് പോകാതെ അവർ കരയുകയാണ്. 4-5 സ്ഥലങ്ങളിൽ നാരങ്ങ വെള്ളം കലക്കി കൊടുക്കാൻ അവർ തമ്പടിച്ചു നിന്നു. ഞങ്ങളുടെ നാടിന്റെ വിളക്കാണ് കണ്ണിയത്ത് ഉസ്താദ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ജനാസ കാണാൻ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അനേകായിരങ്ങൾ കടന്നു വരുമ്പോ അവർക്ക് വെള്ളം നൽകേണ്ടത്, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട ആതിഥേയ മര്യാദ ജീവിതത്തിൽ വെച്ച് പുലർത്തേണ്ടവരാണ് ഞങ്ങൾ. കണ്ണിയത്ത് ഉസ്താദിനോടുള്ള കടപ്പാട് കണ്ടോ സർവരാലും അംഗീകരിക്കപ്പെടുന്നവരായിരുന്നു. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പ്രിയപ്പെട്ടവരെ ഒരാളോടും ഒരു പ്രയാസവും സൃഷ്ടിക്കാത്ത ജീവിതമായിരുന്നു. അതാണ് സമസ്തയുടെ മാർഗമെന്ന് പറയുന്നത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ജീവിത കാലയളവിൽ എല്ലാവർക്കും മാതൃകയുള്ള ജീവിതമായിരുന്നു. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കൂ. മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിനടുത്തുള്ള വലിയ ഒരു സമ്പന്നൻ തന്റെ പൊന്നുമോൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായി ലക്ഷക്കണക്കിന് പൈസ ചെലവഴിച്ച് ചികിത്സ നടത്തി. എവിടെയെങ്കിലും ഒരു ഡോക്ടർ ഉണ്ട് ഇതിന് ചികിത്സിക്കുന്നവരെന്നറിഞ്ഞാൽ ഏതറ്റം വരെ പോകാനും തയ്യാറായിരുന്നു. അങ്ങനെ ആളുകൾ ഒരുപാട് പറഞ്ഞതനുസരിച്ച് ഒരുപാട് പൈസ ചെലവഴിച്ചു എന്നല്ലാതെ രോഗത്തിന് ശമനമുണ്ടായില്ല. ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ വേദന ഇതായിരുന്നു. അദ്ദേഹം വേദനിച്ചിരിക്കുമ്പോ സങ്കടപ്പെട്ടിരിക്കുമ്പോ ആരോ പറഞ്ഞു കൊടുത്തു, കണ്ണിയത്ത് ഉസ്താദിന്റെ അരികിൽ ചെന്ന് സങ്കടം പറഞ്ഞാൽ മതിയെന്ന്. ആ മനുഷ്യൻ പ്രതീക്ഷയോടെ കണ്ണിയത്ത് ഉസ്താദിന്റെ അരികിൽ വന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് ഏക മകളാണുള്ളത്, ആ മകൾക്ക് മാനസികമായ പ്രശ്നമാണ്, ഒരുപാട് ചികിത്സ നടത്തി പരിഹാരമാകുന്നില്ല, ഇവിടെ നിന്ന് ദുആ ചെയ്യുമോ? ഇവിടുന്ന് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകും, എന്റെ മോൾക്ക് ആശ്വാസമുണ്ടാകുമെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് കരമുയർത്തി ദുആ ചെയ്യുന്നു. ആ മനുഷ്യന് പ്രതീക്ഷ എന്താണ്? അല്ലാഹുവിന്റെ ദീനിന്റെ നേർരൂപമായി സംശുദ്ധമായ ആദർശത്തിലൂടെ മറ്റുള്ളവർക്ക് ജീവിതം അടയാളപ്പെടുത്തി ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും ക്രമീകരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദ് അവിടുന്ന് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്നുള്ള ഉറപ്പിന്റെ വഴിയാണ് കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തു. ആ മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വലിയ ഒരു ഭാരം ഇറങ്ങിപ്പോയതുപോലെ തന്റെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോ സാധാരണ മാനസിക വിഭ്രാന്തി കൊണ്ട് അപകടങ്ങളുടെ വഴി തുറക്കുന്ന പൊന്നുമോള് ഒരു സാധാരണ മനുഷ്യനെ പോലെ പെരുമാറുന്നു. മാനസികാസുഖത്തിന്റെ ഭ്രാന്തിന്റെ ഒരു ലക്ഷണവുമില്ല. ആ മനുഷ്യന് കണ്ണുകൾ നിറഞ്ഞു. ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. ഒരു ദിവസം പൂർണ്ണമായി പരിശോധിച്ചു, ഒരു ലക്ഷണവും കാണുന്നില്ല. രണ്ടാമത്തെ ദിവസവും പരിശോധിച്ചു, ഒന്നുമേ കാണുന്നില്ല. മൂന്നാമത്തെ ദിവസവും പൂർണ്ണമായി പരിശോധിച്ചു. ആ മനുഷ്യന് സങ്കടം വരുന്നു. കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആയെ ഓർക്കുന്നു. ആ മനുഷ്യൻ 993 കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായിട്ടുണ്ട്. അതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നടന്നിട്ടുള്ളത്. അന്ന് ആ മനുഷ്യൻ 100 രൂപയുടെ പുതിയ നോട്ടുകൾ എടുത്തു. 1000 രൂപ മൂല്യം വരുന്നത്. ആ മനുഷ്യൻ വാഴക്കാട്ടേക്ക് വണ്ടി കയറി. വാഴക്കാട് വന്നിട്ട് കണ്ണിയത്ത് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ ഇവിടെ നിന്ന് ദുആ ചെയ്തപ്പോ എന്റെ മോൾക്ക് സമ്പൂർണ്ണമായി ശിഫ ലഭിച്ചിട്ടുണ്ട്. സന്തോഷം കൊണ്ടൊരു സമ്മാനമായി ഞാൻ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ സ്വീകരിക്കണം, ഈ പാരിതോഷികം. 100 രൂപയുടെ 10 നോട്ടുകൾ കണ്ണിയത്ത് ഉസ്താദ് സ്വീകരിച്ചു. മുഖത്തോട് ചേർത്ത് വെച്ചു. അതിലേക്ക് ചുംബനം നൽകി. ആളുകൾ വിചാരിക്കും സമ്പത്തിനോടുള്ള ആർത്തി കൊണ്ടാണെന്ന്. അല്ലായിരുന്നു. തനിക്ക് ഒരു ഹദിയ നൽകുമ്പോ ആ മനുഷ്യന്റെ ഹൃദയത്തിന് കുളിര് പകരണം എന്നുള്ള ചിന്തയായിരുന്നു
കണ്ണിയത്ത് ഉസ്താദിന്. അതാണല്ലോ സംശുദ്ധമായ മാർഗമെന്ന് പറയുന്നതും. ആ മനുഷ്യന്റെ മുന്നിൽ നിന്ന് മുഖത്തോട് ചേർത്ത് വെച്ച് അതിലേക്ക് ചുംബനം നൽകിയിട്ട് കണ്ണിയത്ത് ഉസ്താദ് അത് തിരികെ കൊടുത്തിട്ട് പറഞ്ഞു, സഹോദരാ, ഇതെനിക്ക് വേണ്ട, ഇതിൽ ഞാൻ ഹറാമ് മണക്കുന്നുണ്ട്. കണ്ണിയത്ത് ഉസ്താദിനോട് ആ മനുഷ്യൻ പറഞ്ഞു, ഉസ്താദേ, ഇത് ഞാനും നിങ്ങളും മാത്രമല്ലേ കാണുന്നുള്ളൂ, നിങ്ങൾ സ്വീകരിക്കണം, ഇതെന്റെ ഒരു ആഗ്രഹമാണ്. കണ്ണിയത്ത് ഉസ്താദ് കരയുകയാണ്. സഹോദര, ആരും കാണുന്നില്ലെങ്കിലും റബ്ബ് കാണുന്നുണ്ടല്ലോ. എന്റെ റബ്ബിനെ ഞാൻ ഭയപ്പെടുന്നു. ഈ സമ്പത്ത് കൊണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗപ്പെടുത്തിയാൽ, എന്റെ മക്കൾക്ക്, എന്റെ ഭാര്യക്ക് ചിലവിന് കൊടുത്താൽ, നാളെ മശ്റാവൻ കോടതിയിൽ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. എന്റെ ജീവിതത്തിൽ കളങ്കങ്ങൾ ഉണ്ടാകും. സംശുദ്ധമായ വഴിയിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്ത ആ ആദർശ വിശുദ്ധിയുടെ ആൾ രൂപമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഒരുപാട് വർഷക്കാലം നയിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മാർഗമാണ് കേരളീയ മുസ്ലിം സമൂഹം കണ്ടിട്ടുള്ളത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന് ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃനിരയിലേക്ക് കടന്നു വന്നത് മഹാനായ കെ അബൂബക്കർ ഹസ്രത്തായിരുന്നു. നിറഞ്ഞ വിജ്ഞാനത്തിന്റെ ഉടമയും അതിസൂക്ഷ്മമായ ജീവിതത്തിന്റെ പ്രതീകവുമായിരുന്നു. അവരെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം. മഹാനായ കെ ഹസ്രത്തിന് ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃസ്ഥാനത്ത് അവിടുത്തെ അധ്യക്ഷനായി വന്നത് ലോകം കണ്ട മഹാപണ്ഡിതൻ മഹാനായ സയ്യിദ് അബ്ദുറഹിമാൻ ഇമ്പിച്ചുകോയ തങ്ങൾ അസ്ഹരി തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാപണ്ഡിതനായിരുന്നു. മഹാനായ അസ്ഹരി തങ്ങള് സമസ്തയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വന്നപ്പോഴാണ് വരക്കൽ തങ്ങൾ അന്തിയുറങ്ങുന്ന, അവിടുത്തെ പ്രപിതാക്കൾ അന്തിയുറങ്ങുന്ന വരക്കൽ മഖാം സാദാത്യങ്ങളിൽ നിന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃനിരയിലേക്ക് കടന്നു വരുന്നത്, സമസ്തയുടെ കീഴിലാക്കപ്പെടുന്നത്. അത് ശംസുൽ ഉലമയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്തുകൊണ്ട്? മഹാനായ വരക്കൽ തങ്ങളുടെ കാൽ കീഴിൽ എനിക്ക് കിടക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന് തുടക്കം കുറിച്ച വരക്കൽ തങ്ങള്, അതിനെ ഏറ്റവും കൂടുതൽ ജനകീയവൽക്കരിച്ച ശംസുൽ ഉലമ അവിടുത്തെ കാൽ കീഴിൽ കിടക്കുമ്പോ പിൽക്കാലത്ത് എത്ര കാലം പിന്നിട്ടാലും ചരിത്ര വിദ്യാർത്ഥികൾക്ക് വലിയ ചരിത്ര സത്യം പഠിക്കാൻ കഴിയും. വരക്കൽ തങ്ങൾ തുടങ്ങി വെച്ച ആ സംഘശക്തി അതിന്റെ യഥാർത്ഥ രൂപത്തിൽ, സത്യമാർഗത്തിൽ, ആദർശ വ്യതിയാനമില്ലാതെ സംശുദ്ധമായ പാതയിൽ അടിയുറപ്പിച്ച് നിൽക്കുന്നത് ശംസുൽ ഉലമയുടെ പാത പിന്തുടരുന്നവരാണ് എന്ന് സമൂഹം മനസ്സിലാക്കണം. അതുകൊണ്ടായിരിക്കും കോഴിക്കോട് കടൽ നിരമ്പി വരുമ്പോ ആളുകൾ സങ്കടത്തോടെ കണ്ണിയത്ത് മഹാനായ വരക്കൽ തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ്. കണ്ണിയത്ത് ഉസ്താദ് മഹാനായ വരക്കൽ തങ്ങള് ആ കടൽ തീരത്തേക്ക് കടന്നു വന്നിട്ട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു കൊടുത്തപ്പോ കടൽ തിരികെ പോയ ചരിത്രമുണ്ടായിട്ടുണ്ട്. ആ ആത്മീയതയുടെ ലോകത്ത് നിന്ന് വരക്കൽ തങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും ശംസുൽ ഉലമ എന്റെ കാൽ കീഴിൽ കിടക്കണമെന്ന്. അതുകൊണ്ടാണ് പള്ളിയുടെ ഇടതുഭാഗത്ത് കുളത്തിനോടടുത്തുള്ള സ്ഥലമായിട്ട് പോലും വെള്ളമുണ്ടാകുമോ എന്ന് ഭയപ്പാടുണ്ടായിട്ട് പോലും ആ കാൽ കീഴിലുള്ള ഭാഗത്ത് തന്നെ ഖബർ കുഴിച്ചിട്ട് ശംസുൽ ഉലമക്ക് അവിടെ കിടക്കാൻ അള്ളാഹു അവസരം നൽകിയത് മഹാനായ അസ്ഹരി തങ്ങളുടെ ശ്രമഫലമായിട്ട് സമസ്തയുടെ ചരിത്രത്തിൽ വലിയ ഒരു സത്യപാത തുറക്കാൻ ചരിത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. മഹാനായ അസ്ഹരി തങ്ങൾക്ക് ശേഷം സമസ്തയുടെ നേതൃനിരയിൽ കടന്നു വന്നത് നിഷ്കളങ്കമായ ജീവിതം നയിച്ച മഹാനായ കാളമ്പാടി ഉസ്താദായിരുന്നു. കാളമ്പാടി ഉസ്താദിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കൂ. പട്ടിക്കാട് ജാമിയ നൂരിയയിൽ എത്ര നിഷ്കളങ്കമായ ജീവിതം നയിച്ചവരായിരുന്നു. ഇൽമിന്റെ വെളിച്ചം ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ കാളമ്പാടി ഉസ്താദിന്റെ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട്. 85-ാം വാർഷികത്തിൽ മലപ്പുറം ജില്ലയിലെ വേങ്ങര കൂരിയാട് പാടത്ത് വെച്ചുകൊണ്ട് മഹാനവറുകൾ പ്രസംഗിച്ചത് ഇന്നും പ്രിയപ്പെട്ടവരെ ആദർശ വിശുദ്ധിയോടെ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആളുകൾ ആവർത്തിച്ച് കേൾക്കുകയാണ്. കാലം ഒരുപാട് പിന്നിടും, ഒരുപാട് ആശയങ്ങൾ കടന്നു വരും. സമസ്തയുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കണം, അവർക്കാണ് രക്ഷാമാർഗമുള്ളൂ എന്ന് സ്വതസിദ്ധമായ ശൈലിയിൽ, നാടൻ ഭാഷയിൽ മഹാനായ കാളമ്പാടി ഉസ്താദിന്റെ പ്രസംഗം അത് ഉൾക്കൊണ്ടുകൊണ്ട് ആദർശ വിശുദ്ധിയിലൂടെ സഞ്ചരിക്കുന്ന ഇഖ്ലാസുള്ള മക്കളാണ് സമസ്തയുടെ മക്കളെന്ന് തിരിച്ചറിയാൻ കഴിയും. മഹാനായ കാളമ്പാടി ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ പിന്നീട് സമസ്തയുടെ നേതൃനിരയിൽ കടന്നു വന്നത് നമ്മുടെ നാടിന് അഭിമാനമായി ലോകത്ത് തന്നെ ശ്രദ്ധേയനായ മഹാനായ ആനക്കര കോയക്കുട്ടി ഉസ്താദായിരുന്നു. നമുക്കറിയാം, കോയക്കുട്ടി ഉസ്താദിന്റെ ജീവിതം നിഷ്കളങ്കമായ ജീവിതമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഭൗതിക താല്പര്യങ്ങളില്ല. താൻ ഒരുമിച്ച് കൂടുന്ന സദസ്സിലൊക്കെ അടിയങ്ങളോട് കൃപ ചെയ്യണേ, അടിയങ്ങളോട് കരുണ ചെയ്യണേ എന്നിങ്ങനെ ദുആ ചെയ്യുമ്പോ അള്ളാഹുവിന്റെ അടിമ
അടിമകളാണെന്ന് കൃത്യമായി തന്നെ മുന്നിലുള്ള സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അള്ളാഹുവിന്റെ അടിമകളായി ജീവിക്കണമെന്നുള്ള സന്ദേശം നൽകുകയും വിനയാന്യതരിൽ വിനയാന്യതനായ ജീവിതം ക്രമീകരിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു മഹാനായ കോയക്കുട്ടി ഉസ്താദ് എല്ലാ സ്ഥലങ്ങളിലും അവസാന നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ സമർക്കന്ദിലെ SKSSF-ന്റെ 25ാം വാർഷിക മഹാസമ്മേളനത്തിൽ പോലും ആരോഗ്യ പ്രശ്നമുള്ള സമയത്തും പ്രിയപ്പെട്ടവരെ ശബ്ദം ഇടറിക്കൊണ്ടിരിക്കുമ്പോഴും അവിടുന്ന് പ്രസംഗിച്ചത്, മക്കളെ, നിങ്ങൾ സമസ്തക്ക് ശക്തി പകരണം, നിങ്ങളുടെ ജീവിത കാലയളവിൽ നിങ്ങൾ സത്യമാർഗത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകണം. ആ ഒരു സന്ദേശം ഉൾക്കൊള്ളുന്നവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇഖ്ലാസുള്ള ഖാദിമീങ്ങൾ എന്ന് പറയുന്നത്. ആനക്കര കോയക്കുട്ടി ഉസ്താദ് പ്രിയപ്പെട്ടവരെ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയപ്പോ പിന്നീട് മഹാനായ കുമരമ്പത്തൂര് AP ഉസ്താദാണ് അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വന്നത്. അവിടുത്തെ വിജ്ഞാനത്തിന്റെ വെളിച്ചം, അവിടുത്തെ ദർസി പാരമ്പര്യം, അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വളർച്ചയ്ക്ക് പിന്നിൽ വലിയ പങ്ക് ആ കാലയളവിൽ വഹിച്ചത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഈ മഹത്തുക്കളൊക്കെ കാണിച്ചു തന്ന ഒരു മാർഗം നമ്മുടെ മുന്നിലുണ്ട്. ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ ജീവിക്കുന്ന കാലയളവിൽ നമുക്ക് സാധിക്കണം. നമ്മൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയ പ്രചരണങ്ങളിൽ നാം വ്യാപൃതരാകണം. പ്രത്യേകിച്ച് ഈ കാലുഷ്യങ്ങൾ നിറഞ്ഞ കാലയളവിൽ ഒരുപാട് തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകൾ അടച്ചിട്ട റൂമുകളിൽ നിന്ന് എന്തൊക്കെയോ വ്യാജ വർത്തമാനങ്ങൾ ഇങ്ങനെ അവർ പടച്ചുവിടുമ്പോ അതിൽ വശംവദരാകരുത്. അങ്ങനെ വരുമ്പോ പല ആളുകൾക്കും മടുപ്പ് വരികയാണ്. ഞാൻ എന്തിനാണ് ഇനി SKSSF-ന്റെ പ്രവർത്തനങ്ങളിൽ വരുന്നത്, സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ വരുന്നത്? ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നു മഹാനായ വാണിയമ്പലം ഉസ്താദ്. കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പടവാളായി ഓടി നടന്നിരുന്നു മഹാനവറുകൾ. നിരന്തരം ആക്ഷേപങ്ങളാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിശുദ്ധമായ ആദർശങ്ങൾ പറയുമ്പോൾ നിരന്തരമായി പരിഹാസങ്ങളാണ്. അപകട ഭീഷണികൾ പോലും വരുന്നു. മഹാനവറുകൾ ഒരു വേള തളർന്നുപോയി. എന്തിന് ഇനി ഞാനില്ല, ഞാൻ എൻ്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാമെന്നുള്ള ചിന്ത വരികയാണ്. ഇന്ന് നമ്മിൽ പല ആളുകൾക്കും അങ്ങനെ ചിന്ത വരുന്നു. മഹാനായ വാണിയമ്പലം ഉസ്താദ് അങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞ് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയരുടെ വാഹനത്തിലാണത്രേ പ്രിയപ്പെട്ടവരെ പോകുന്നത്. വഴിയിൽ ഇറങ്ങാമെന്നുള്ള ചിന്തയിൽ മഹാനായ ചാപ്പനങ്ങാടി ഉസ്താദ് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനാണ്. ആത്മീയ ലോകത്ത് അനുഗ്രഹീത സാന്നിധ്യമാണ്. ഒരു മുഖവുരയുമില്ലാതെ വാണിയമ്പലം ഉസ്താദിനോട് പറയുകയാണത്രേ, അള്ളാഹുവിന്റെ ദീൻ പറയുമ്പോ ആളുകൾ പ്രശംസിക്കണമെന്നില്ല, ആളുകളിൽ നിന്ന് പൂമാല ലഭിക്കണമെന്നില്ല. നിരന്തരം ആക്ഷേപങ്ങളായിരിക്കും. ഒരുപക്ഷെ ശാരീരികമായ പീഡനങ്ങൾ വരെ ലഭിക്കാം. ആളുകളിൽ നിന്ന് അക്രമങ്ങൾ ഏൽക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ടാകും. അള്ളാഹുവിന്റെ തിരുദൂതർ എത്രമേൽ കഷ്ടപ്പെട്ടു ഈ സത്യദീന് പറഞ്ഞതുകൊണ്ട്. സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും പ്രയാസങ്ങൾ ഉണ്ടായില്ലേ? അള്ളാഹുവിന്റെ തിരുദൂതരെ എത്രമേൽ വേദനിപ്പിച്ചു, മാനസികമായി പീഡിപ്പിച്ചില്ലേ, ശാരീരികമായി ആക്രമിച്ചില്ലേ, അവിടുത്തെ ശരീരത്തിൽ നിന്ന് രക്തം വന്നില്ലേ? അള്ളാഹുവിന്റെ തിരുദൂതർ ത്വായിഫിലേക്ക് തന്റെ ഉമ്മയുടെ കുടുംബാംഗങ്ങളിലേക്ക് പ്രതീക്ഷയോടെ കടന്നു ചെല്ലുന്ന ഒരു രംഗം നാം ഓർക്കണം. അവിടെ ഓരോ വീടുകളിലും അള്ളാഹുവിന്റെ തിരുദൂതർ ചെന്നു. അവരോട് യാചിച്ചുകൊണ്ട് സംരക്ഷണത്തിന്റെ വഴി തുറന്നു തരണമെന്ന് പറഞ്ഞു. അവരാട്ടി ഓടിച്ചില്ലേ? ആരും ചേർത്ത് നിർത്തിയില്ലല്ലോ. അവര് വെള്ളം നൽകിയില്ല, ഭക്ഷണം നൽകിയില്ല. വെള്ളത്തിന് വല്ലാത്ത ദാഹം വന്നപ്പോ ജലാശയത്തിന്റെ അരികിൽ ചെന്നപ്പോ അതുപോലും മലിനപ്പെടുത്തിയില്ലേ? ഭ്രാന്ത എന്ന് കൂകി വിളിച്ചില്ലേ? വലിയ പാറക്കല്ല് കൊണ്ട് തായിഫിലെ കല്ലുകൾ കൂർത്ത മുനയുള്ള കല്ലുകളാണ്, അതുകൊണ്ട് എറിഞ്ഞ് ഇല്ലായ്മ ചെയ്യാൻ അവര് പരിശ്രമിച്ചില്ലേ? അള്ളാഹുവിന്റെ തിരുദൂതർ എത്രമേൽ വേദനിച്ചു. അവിടെ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ ഓടിയില്ലേ? കിലോമീറ്ററുകൾ കഴിഞ്ഞിട്ടല്ലേ നിൽക്കാൻ കഴിഞ്ഞത്? എത്രമേൽ റസൂലുള്ള സത്യദീൻ പറഞ്ഞപ്പോ പ്രയാസപ്പെട്ടിട്ടുണ്ട്. വാണിയമ്പലം ഉസ്താദിനോട് ചാപ്പനങ്ങാടി ഉസ്താദ് മുഖവരിയില്ലാതെ പറയുകയാണ്, നമുക്കൊക്കെ അലസത വരും. എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാണ് ആക്ഷേപസ്വരങ്ങൾ കേൾക്കുന്നത്? നമുക്ക് ഒഴിഞ്ഞു വീട്ടിലിരിക്കാം, ഭാര്യയുമായി മക്കളുമായിട്ട് സ്വസ്ഥമായി കഴിയാം എന്ന് നമ്മൾ ആലോചിച്ചാൽ അള്ളാഹുവിന്റെ ദീനെ സംരക്ഷിക്കാൻ പിന്നെ ആരുണ്ടാകും? പരിശുദ്ധ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാകുന്ന അനുഗ്രഹീത ആ വഴിയിലേക്ക് എത്താൻ നമുക്ക് എങ്ങനെ സാധിക്കും? അള്ളാഹുവിന്റെ ദീനിന് ഇഖ്ലാസോടെ ഖിദ്മത്ത് ചെയ്ത് നാളെയുടെ വിജയം നേടാൻ നമുക്ക് എങ്ങനെ സാധിക്കും? ഈ സമൂഹം വഴിതെറ്റിപ്പോകുമ്പോ എങ്ങനെ നാം വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കും? അള്ളാഹുവിന്റെ ശാപം ഇറങ്ങില്ലേ എന്ന് പറഞ്ഞു കൊടുത്തപ്പോ വാണിയമ്പലം ഉസ്താദിന് കൂടുതൽ ഊർജം ലഭിച്ചു എന്ന് അവിടുത്തെ സ്മരണികയിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കാലുഷ്യങ്ങൾ നിറഞ്ഞ ഈ കാലയളവിൽ നമ്മുടെ
ഒരു വാക്കുകൊണ്ട് പോലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇസ്സത്ത് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നാം പറഞ്ഞു പോകരുത്. സമസ്ത സ്ഥാപിച്ചത് മഹാന്മാരായ പണ്ഡിതന്മാരാണ്. ഇന്ന് മഹാനായ സയ്യിദുൽ ഉലമയും മഹാനായ ശൈഖുൽ ജാമിഅയും വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കുത്തുവാക്കുകൾ ഒരുപാട് കേൾക്കേണ്ടി വരുമ്പോഴും എന്തിനാണ് ഇത് കേൾക്കേണ്ടി വരുന്നത്? അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സംശുദ്ധമായ ആദർശത്തിൽ ഈ സമൂഹത്തെ അടിയുറപ്പിച്ച് നിർത്തേണ്ടത് ഈ കാലയളവിൽ അള്ളാഹു ഏൽപ്പിച്ച ചുമതലയാണല്ലോ. ആ ചുമതല നിർവഹിക്കുന്നതിൽ വീഴ്ച വരരുത് എന്ന ആഗ്രഹത്തോടുകൂടി നിരന്തരമായി കഷ്ടപ്പെടുമ്പോ പ്രിയപ്പെട്ടവരെ ക്ഷീണം വരുത്തുന്ന രീതിയിൽ, അവർക്ക് പ്രയാസം വരുത്തുന്ന രീതിയിൽ നമ്മൾ അടച്ചിട്ട റൂമുകളിൽ ഇരുന്ന് നമ്മുടെ വാട്സപ്പിലൂടെ, നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ എന്തെങ്കിലും വ്യാജമായ വർത്തമാനങ്ങളോ വ്യാജമായ വാർത്തകളോ പടച്ചുവിടുന്നുവെങ്കിൽ അത് പരിശുദ്ധ ദീനിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപകടമേറിയ പ്രവർത്തനമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് തന്നെയായിരുന്നു മുനാഫിഖീങ്ങളുടെ കാലയളവിൽ ചെയ്തുകൊണ്ടിരുന്നത്, അള്ളാഹുവിന്റെ തിരുദൂതരെ തളർത്താൻ. അതുകൊണ്ട് കേരളത്തിനൊരു പാരമ്പര്യമുണ്ട്. ഈ സംശുദ്ധമായ നായകന്മാരുടെ വഴിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. സമസ്തയുടെ ആലിമീങ്ങളെ കുറിച്ച് പഠിക്കണം. എത്ര നിഷ്കളങ്കനാണ് അവര്, എത്ര പ്രയാസങ്ങൾ സഹിച്ചാണ് പരിശുദ്ധ ദീനിനെ അവർ കെട്ടിപ്പടുത്തത്. നമ്മൾ അറിയണം, മഹാന്മാരായ പാണക്കാട്ട് സാദാത്യങ്ങൾ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലയളവിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രിയപ്പെട്ടവരെ അതിന്റെ ആശയ പ്രചരണ രംഗത്ത് ശക്തമായി നിലകൊള്ളാൻ മഹാനായ പാണക്കാട്ട് തങ്ങന്മാർ നമുക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളെ കുറിച്ച് പഠിച്ചു നോക്കൂ. മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഏത് വേദിയിൽ കടന്നു വന്നാലും സമസ്തയുടെ സംശുദ്ധമായ ആദർശങ്ങളെ കുറിച്ച് പറയാൻ അവിടുന്ന് മുന്നോട്ട് വന്നിരുന്നു. ഈ ഒരു പാരമ്പര്യം ഇവിടെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. ആരും പ്രിയപ്പെട്ടവരെ തർക്കങ്ങൾ ഉണ്ടാക്കി തമ്മിലടി ഉണ്ടാക്കി നമുക്കൊന്നും നേടിയെടുക്കാനില്ല. നമ്മൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ നാം ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ, സമസ്തയുടെ സംശുദ്ധമായ ആദർശങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കാനുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പഠിപ്പിച്ചു തന്ന മാർഗം അതാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതത്തിന്റെ വിശുദ്ധി അതായിരുന്നു. സുന്നത്തി ജമാഅത്തിന് എതിരാകുന്ന ഏത് വാദങ്ങൾ വരുമ്പോഴും കണ്ണിയത്ത് ഉസ്താദ് ശക്തമായി രംഗത്തുറങ്ങുമായിരുന്നു. അവർക്ക് ഭയപ്പാടായിരുന്നു. മഹാനായ ശംസുൽ ഉലമ ഒരു പുരുഷായുസ് മുഴുവൻ മാറ്റിവെച്ചത് അതിനു വേണ്ടിയല്ലേ? ശംസുൽ ഉലമയുടെ പിന്മുറക്കാരാണല്ലോ നാം. മഹാനായ ശംസുൽ ഉലമ ബാക്കിയാത്തിൽ നിന്ന് അവിടുത്തെ അധ്യാപന കാലയളവ് കഴിഞ്ഞു വന്ന് കേരളത്തിലേക്ക് വന്നപ്പോ അധികമൊന്നും പ്രായമായിട്ടുണ്ടാവുകയില്ല. ഏകദേശം ഒരു 26 വയസ്സിനോടടുത്തുള്ള പ്രായമായിരിക്കും. നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ. അന്ന് കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ അവരുടെ വിദണ്ഡവാദങ്ങളുമായി കടന്നു വന്നിട്ട് ജനങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ കാലയളവിൽ ആളുകൾ പ്രയാസപ്പെടുന്നു. ഇതിനൊന്നും മറുപടി കൊടുക്കണം. സംശുദ്ധമായ ആദർശത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ആര് വരും? മഹാനായ ശംസുൽ ഉലമയുടെ അരികിൽ ചെന്നവർ സങ്കടം പറഞ്ഞു. ശംസുൽ ഉലമ പറഞ്ഞു, ഞാൻ വരാമെന്ന്. അപ്പോൾ ഈ ആളുകൾ പറഞ്ഞു, ഉസ്താദേ, അവിടെ സ്റ്റേജ് കെട്ടാൻ പോലും അനുവദിക്കുന്നില്ല. അത്രമേൽ സ്വാധീന ശക്തി ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ നേരായ മാർഗം പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. അവർ സങ്കടപ്പെട്ട് കരയുകയാണ്. മഹാനായ ശംസുൽ ഉലമ പറഞ്ഞു, നിങ്ങൾ പ്രയാസപ്പെടണ്ട. അള്ളാഹുവിന്റെ ദീൻ സംരക്ഷിക്കാനല്ലേ നിങ്ങൾ രംഗത്തിറങ്ങിയത് നല്ല നീയത്തോടെ. ഞാൻ വരാം, ഞാൻ നിങ്ങളെ മുന്നിലുണ്ടാകും. അസറിന് ശേഷം തന്നെ മഹാനായ ശംസുൽ ഉലമ വന്നു. ശംസുൽ ഉലമയാണ് സ്റ്റേജ് കെട്ടാൻ മുന്നിൽ നിന്ന് നയിക്കുന്നത്. ആ നാട്ടിലെ ബിദ്അത്തിന്റെ ആശയക്കാർ അവർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. ഏതാണ് ഈ പണ്ഡിതൻ? മഗ്രിബിന് ശേഷം അതേ പണ്ഡിതൻ തന്നെ സ്റ്റേജിൽ കയറിക്കൊണ്ട് അവരുടെ ഓരോ ആശയങ്ങളെയും കീറി മുറിച്ച് വളരെ കൃത്യമായി പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം പറഞ്ഞു കൊടുക്കുന്നു. ആളുകൾ കണ്ണുനീരോടെ കേൾക്കുന്നു. അവർക്ക് ഈമാൻ വർദ്ധിക്കുന്നു, അവർക്ക് ഇഖ്ലാസ് വർദ്ധിക്കുന്നു, അവർക്ക് തഖ്വ വർദ്ധിക്കുന്നു. ഇതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാത എന്ന് പറയുന്നത്. മഹാനായ ശംസുൽ ഉലമ എത്രമേൽ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരടി പോലും പുറകോട്ട് മാറി നിന്നിട്ടില്ല. ആഗ്രഹം ഇത് മാത്രമായിരുന്നു, അള്ളാഹുവിന്റെ തിരുദൂതരുടെ പിന്മുറക്കാരായി പരിശുദ്ധ ദീനിന്റെ പ്രചരണം ഇവിടെ നടത്തണം. അള്ളാഹു ഈ കാലയളവിൽ ഞങ്ങളിലാണല്ലോ ഈ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. മഹാനായ ശംസുൽ ഉലമ എത്രമേൽ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവർ, അഹങ്കാരത്തിന്റെ ഒരു ധ്വനിയും അവിടുത്തെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. മഹാനായ ശംസുൽ ഉലമയാണ്
മഞ്ചേരിയിലും മെടക്കരയിലും അവിടെ ക്രൈസ്തവ സഹോദരന്മാർ അവരുടെ ആശയ പ്രചരണങ്ങളുമായി കടന്നു വന്ന് മുസ്ലിം സമൂഹങ്ങളിൽ വലിയ വസ്വാസ് ഉണ്ടാക്കിയപ്പോ എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോ മഹാനായ ശംസുൽമയാണ് അവിടെ മുന്നിൽ നിന്ന് നയിച്ചത്. ശംസുൽമയുടെ 2 ദിവസത്തെ പ്രസംഗം കഴിഞ്ഞപ്പോ ആളുകൾക്ക് ശരിയായ ആദർശത്തിന്റെ വിശുദ്ധി മനസ്സിലാക്കാൻ സാധിച്ചു. ആ 2 ദിവസത്തെ പ്രസംഗത്തിൽ മഹാനായ ശംസുലുലമ അവിടെ വന്നിട്ടൊരു പള്ളിയിൽ താമസിക്കുകയാണ്. നമ്മൾ അറിയണം ആരാണ് ഈ മഹത്തുക്കളെന്ന്. ശംസുലുലമ അവിടെ പള്ളിയിൽ ഹൗദിന്റെ അരികിൽ നിന്ന് ഉളൂ ചെയ്യുമ്പോ നമുക്ക് മറ്റൊരു സ്ഥലത്ത് ചെന്നാൽ ഖിബ്ലയുടെ ദിശ ഏതെന്ന് വളരെ പെട്ടെന്ന് ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വന്നേക്കില്ല. മഹാനായ ശംസുലുലമ ഖിബ്ലക്ക് തിരിഞ്ഞിട്ടല്ല ഉളൂ ചെയ്യുന്നത്. അവിടെ ഒരു പോത്ത് കച്ചവടക്കാരൻ, കാലിച്ചന്തയിലെ കച്ചവടക്കാരൻ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നപ്പോ മഹാനായ ശംസുലുലമയുടെ ഇരുത്തം കണ്ടപ്പോ പള്ളിയിലെ ഉസ്താദിന്റെ അരികിൽ ചെന്ന് പറഞ്ഞു, ആ ഇരിക്കുന്ന ഉസ്താദിനോട് ഒന്നിങ്ങ് തിരിഞ്ഞിരുന്നിക്കാൻ പറഞ്ഞാൽ പടിഞ്ഞാറോട്ട് ഖിബിലക്ക് അഭിമുഖമായി തിരിഞ്ഞിരുന്ന് സുന്നത്തെടുക്കാമല്ലോ. ആ മനുഷ്യൻ പറഞ്ഞു, ആ ഇരിക്കുന്നത് ശംസുലുലമയാണ്, എനിക്ക് പറയാൻ പേടിയാണ് എന്ന്. ആ മനുഷ്യൻ തിരികെ പോയി. മനസ്സിന് സമാധാനം വരുന്നില്ല. അന്നത്തെ സാധാരണക്കാർ പോലും എങ്ങനെയായിരുന്നു? ആ സാധാരണക്കാരിൽ സാധാരണക്കാരനായ കാലിച്ചന്തയിൽ കാലിക്കച്ചവടം നടത്തുന്ന മനുഷ്യൻ ഖത്തീബിനോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ പോയി പറയും. അവസാനം ആ മനുഷ്യൻ തന്നെ ശംസുലുലമയുടെ അരികിൽ വന്ന് പറഞ്ഞു, സാറേ ഒന്നിങ്ങ് തിരിഞ്ഞിരുന്നാൽ ഖിബിലക്ക് മുന്നിട്ടിരിക്കുന്ന സുന്നത്ത് ലഭിക്കുമല്ലോ എന്ന്. ശംസുലുലമ തിരിഞ്ഞിരുന്നു എന്ന് മാത്രമല്ല, ഉളൂ കഴിഞ്ഞിട്ട് ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചിട്ട് ദുആ ചെയ്തു കൊടുക്കുന്നു. സഹോദര, എന്റെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ആത്മാർത്ഥമായി കടന്നു വന്നില്ലേ, അള്ളാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകട്ടെ എന്ന്. ഇതാണ് ശംസുലുലമ. അള്ളാഹുവിന്റെ ദീനിന്റെ നേർപകർപ്പായി ജീവിതം മുന്നോട്ട് നയിച്ചവരായിരുന്നു. എത്രമേൽ അവരൊക്കെ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. മഹാനായ ശംസുലുലമ ശരിയായ ജീവിതം മുന്നോട്ട് നയിച്ചു. ആ ശംസുലുലമ വളർത്തിയെടുത്ത അവിടുത്തെ പിന്മുറക്കാരാണ് ഇന്നും പ്രിയപ്പെട്ടവരെ ശംസുലുലമയിലൂടെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സയ്യിദുൽ ഉലമ വന്ന് ഒരു സ്ഥലത്ത് പ്രസംഗിക്കുന്നുവെങ്കിൽ ശംസുലുലമ എന്ന് പറയുന്ന ട്രാൻസ്ഫോമറാണ് പ്രിയപ്പെട്ടവരെ, അവിടുത്തെ പ്രകാശമാണ് സയ്യിദുൽ ഉലമയുടെ നാവിലൂടെ ഈ സമൂഹം കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് ഇന്നും നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ആ ശംസുൽ ഉലമയുടെ മക്കളായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. സമസ്തയുടെ പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവരെ ഒരു മടിയും കൂടാതെ, ഒരു പ്രയാസവുമില്ലാതെ, ആർക്കിടയിലും മകൽച്ചയുണ്ടാക്കാതെ, നമ്മൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ ഇഖ്ലാസോടെ തന്മയത്വത്തോടുകൂടി വിനയത്തിന്റെ വഴിയിൽ അള്ളാഹുവിന്റെ ദീനിന്റെ സംശുദ്ധമായ ആദർശം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഈ മഹത്തുക്കളൊക്കെ നാളെ നമ്മുടെ കൈപ്പിടിക്കാനുണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷ നമ്മുടെ മുന്നിലുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ മൗലാന കെ.ടി. മാനു മുസ്ലിയാരെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കൂ. 12ാമത്തെ വയസ്സിലോടാൻ തുടങ്ങിയതാണ്. എത്രമേൽ കഷ്ടപ്പെട്ടു മഹാനവരകൾ ഓരോ മുക്കിലും മൂലയിലും ചെന്ന്. സമസ്തയിൽ ദൗർഭാഗ്യകരമായ പിളർപ്പ് 1989 ഉണ്ടായപ്പോ ഓരോ നാടുകളിലും ചെന്ന് ഓടി നടന്ന് ആരോഗ്യ പ്രശ്നം മറന്ന് സമസ്തയുടെ ആദർശം കൃത്യമായി വിശദീകരിച്ചു കൊടുക്കാൻ മുന്നിൽ നിന്ന മഹാനായിരുന്നു മഹാനായ മൗലാന കെ.ടി. മാനു മുസ്ലിയാർ. അപ്രകാരം തന്നെ മൗലാന മർഹൂം കെ.വി. മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്. ഇവരൊക്കെ സഹിച്ച ത്യാഗമാണ് ഇന്ന് ഈ വളർന്ന് പന്തലിച്ച സമസ്തയുടെ പ്രവർത്തകരായി അനുഗ്രഹത്തോടെ മുന്നേറാൻ നമുക്ക് കഴിയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മഹാനായ കെ.ടി. ഉസ്താദ് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമസ്തയുടെ ഓരോ വളർച്ചയിലും മഹാനവരുകൾ കയ്യൊപ്പുണ്ടായിട്ടുണ്ട്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ദീർഘകാലത്തെ ജനറൽ സെക്രട്ടറിയായി ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് മഹാനായ കെ.ടി. ഉസ്താദായിരുന്നു. കെ.ടി. ഉസ്താദിന്റെ ജീവിതം എത്രമേൽ തെളിഞ്ഞ ജീവിതമായിരുന്നു. ആദർശ വിശുദ്ധിയുടെ ആൾപന്തമായി മുന്നോട്ട് നയിച്ച മഹാനാണ് കെ.ടി. ഉസ്താദ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് മഹാനായ കെ.ടി. ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ സമ്മേളന നഗരിയിൽ വെച്ച് ലോകത്ത് നിന്ന് വിട പറയുന്ന യാത്ര ആരംഭിക്കുമ്പോൾ ആ യാത്രയൊക്കെ നേരിട്ട് കണ്ടവരാണ് നമ്മിൽ പല ആളുകളും. മഹാനായ കെ.ടി. ഉസ്താദ് സുവർണ ജൂബിലി ആഘോഷ പരിപാടിയായിരുന്നു ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആ സമ്മേളന പരിപാടികൾ, വിവിധ പദ്ധതികൾ, പരിപാടികൾ അതിന്റെ ജനറൽ കൺവീനറായിരുന്നു, മുഖ്യ സംഘാടകനായിരുന്നു. അതിന്റെ സമാപന ഐതിഹാസിക മഹാസമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുമ്പോൾ വെള്ളിയാഴ്ച സമ്മേളനത്തിൽ 50 പതാകകൾ സുവർണ ജൂബിലിയുടെ പ്രതീകമായി ഉയർത്തുമ്പോൾ അതിൽ ഒരു പതാക ഉയർത്തിയത് മഹാനായ കെ.ടി. ഉസ്താദായിരുന്നു. അപ്രകാരം തന്നെ ശനിയാഴ്ചയും സമ്മേളന നഗരിയിൽ വന്നിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ
ഭാര്യയോടും മകളോടും പറയുന്നുണ്ട്, എനിക്കൊരു തോർത്തുമുണ്ട് നൽകുമോ എന്ന്. മഹാനായ കെ.ടി. ഉസ്താദ് എന്തിനാണ് തോർത്തുമുണ്ട് എന്ന് ഭാര്യയും മകളും ചോദിക്കുമ്പോ, ആവശ്യം വരുമല്ലോ, സമ്മേളനത്തിനല്ലേ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നിറങ്ങുകയാണ്. മഹാനായ വാക്കോട് മൊയ്തീൻ കുട്ടി ഉസ്താദ് കെ.ടി. ഉസ്താദിന്റെ അരുമ ശിഷ്യനാണ്. ആ യാത്രയിൽ അനുഗമിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് യാത്ര ആരംഭിച്ച് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ആത്മീയ ലോകത്തെ നായകനായിരുന്നു. കെ.ടി. ഉസ്താദിന്റെ വഴികാട്ടിയായിരുന്നു. അവിടുത്തെ ഖബറിനരികിൽ വന്ന് കരയുകയാണ് കെ.ടി. ഉസ്താദ്. കരഞ്ഞുകൊണ്ട് പറയുന്നു, ഒരുപാട് കാലമായി ഓടാൻ തുടങ്ങിയിട്ട് തന്റെ ഷെയ്ഖിനെ സാക്ഷി നിർത്തിയിട്ട് പടച്ച റബ്ബിനോട് പറയുന്നു, ഇനി എനിക്ക് കഴിയുമോ എന്നറിയില്ല, അല്ലാഹുവേ സ്വീകരിക്കണേ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബം പുനർനിർമ്മിച്ചിട്ട് അവിടുന്ന് കരമുയർത്തി ദുആ ചെയ്തില്ലേ, റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹ് സ്വീകരിക്കണേ. മഹാനായ കെ.ടി. ഉസ്താദ് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ ഇഖ്ലാസോടുകൂടി എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട്, നീ ഖബൂൽ ചെയ്യണേ. നീ സ്വീകരിച്ചില്ല എങ്കിൽ നഷ്ടബാധിതരിൽ പെട്ടുപോകുമല്ലോ എന്ന് പറഞ്ഞ് കരയുകയാണ്. അവിടുന്ന് ദുആ ചെയ്ത് സമ്മേളനഗിരിയിലേക്ക് കടന്നു വന്ന് ഉച്ചക്ക് മുമ്പുള്ള സെഷനിൽ പങ്കെടുത്തു. ഉച്ചക്ക് ശേഷം പ്രിയപ്പെട്ടവരെ, മഹാനവരകൾ ഭക്ഷണം കഴിച്ചപ്പോ അസ്വസ്ഥതയുണ്ടാവുകയാണ്. മഹാനായ കെ.ടി. ഉസ്താദിനെ കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ECG എടുത്തു. കുഴപ്പങ്ങളൊന്നും പറഞ്ഞില്ല. ആദരണീയരായ സയ്യിദ് അൻവർ തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മുടെ പ്രഗത്ഭരായ ഉസ്താദുമാർ അബ്ദുസ്സലാം ബാഖവി ഉസ്താദും അതുപോലെ തന്നെ ഇസ്മായിൽ ഉസ്താദും ഒക്കെ നമ്മുടെ വേദിയിലേക്ക് ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്ക് കടന്നു വരും. മഹാനായ സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങളും നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന് തക്ബീർ ധ്വനികളോടെ മഹാന്മാരായ സാദാത്യങ്ങൾ നമുക്ക് സ്വീകരിക്കാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു നമ്മുടെ നായകന്മാർക്ക് സദാത്യങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുകയും ദീർഘകാലം അവരുടെ നേതൃത്വം ആസ്വദിക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ സമസ്ത കേന്ദ്ര മുശാവറ അംഗം, നമ്മുടെയൊക്കെ നായകനും നമ്മുടെ നാടിൻ്റെ അത്താണിയും പ്രതീക്ഷയും ഒക്കെയായ ആദരണീയരായ ഇസ്മായിൽ ഉസ്താദും അതുപോലെ തന്നെ അബ്ദുസ്സലാം ബാഖവി ഉസ്താദും ഒക്കെ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പ്രൗഢമായ ആദർശ പ്രഭാഷണങ്ങൾ ശ്രവിക്കാൻ എത്തിയ വിവിധ യൂണിറ്റുകളിൽ നിന്നെത്തിയ നല്ലവരായ പ്രവർത്തകരാണ് ഈ സദസ്സിലുള്ളത്. പ്രവർത്തകരെല്ലാം പ്രിയപ്പെട്ടവരെ, മഹത്തുക്കളായ ഉസ്താദുമാരെ സ്വീകരിക്കുകയും വേദിയിലേക്ക് കടന്നിരുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ആത്മാർത്ഥമായി അറിയിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ